My dear students, Dr. James Taylor Kent രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 213ാമത്തെ എപ്പിസോഡാണിത്. ഈ എപ്പിസോഡിൽ നമ്മൾ അലോ എന്ന അധ്യായത്തിൻ്റെ രണ്ടാം ഭാഗമാണ് പരിഗണിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ അലോ അത്ര ഡീപ്പ് ആക്ടിങ് മെഡിസിൻ അല്ല, ലോങ് ആക്ടിങ് മെഡിസിൻ അല്ല. അതൊരു ആൻറ്റിസോറിക് ആണോ എന്ന് പോലും സംശയമുണ്ട്. എങ്കിൽ പോലും വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ്. പ്രധാനപ്പെട്ട സൾഫർ, സെപ്പിയ, കാരിബൈക്രോമിക്കം, അതുപോലുള്ള ലൈക്കോപോഡിയം, അതുപോലുള്ള നിരവധി ഔഷധങ്ങളുമായി അടുത്ത് ബന്ധപ്പെടുന്നതും അവ പലതും ഇൻഡിക്കേറ്റ് ചെയ്യേണ്ട ഔഷധങ്ങളിൽ അതിനിടയ്ക്ക് പാലിയേറ്റീവായിട്ടും മറ്റുമൊക്കെ അക്യൂട്ടായിട്ടുമൊക്കെ വരുന്നതായിട്ടുള്ള ഔഷധമാണ്. ഈ ഒരു ഭാഗത്ത് നിരവധി സിംറ്റംസ്, വിശേഷിച്ചും ചുരുക്കമാണെങ്കിലും ഉള്ള കുറച്ച് മെൻ്റൽ സിംറ്റംസ്, അതായത് മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ, താൻ മരിക്കാൻ പോവുകയാണെന്ന് ചിന്തിക്കുന്നൊരവസ്ഥ, അങ്ങനെ കുറച്ചേ ഉള്ളെങ്കിൽ പോലും മെൻ്റൽ സിംറ്റംസ് പ്രധാനപ്പെട്ടാണ്. അത്ര വെൽ പ്രൂവ്ഡ് അല്ല എങ്കിൽ പോലും. അതുപോലെ നിരവധി കമ്പാരിസൺസ്, നിരവധി ഔഷധങ്ങളുമായിട്ടുള്ള കമ്പാരിസൺസ് ഇവിടെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ പ്രധാനപ്പെട്ട ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. എമംഗ് ദ ഫ്യൂ മെൻ്റൽ സിംറ്റംസ് വി നോട്ടീസ്, ഇങ്ങനെയുള്ള കൊട്ടേഷൻസ് ആണ്. ഇത് ചില പ്രാക്ടീഷണേഴ്സിൻ്റെയും പ്രൂവേഴ്സിൻ്റെയും അനുഭവങ്ങളാണ്. ഷീ ന്യൂ ഷീ വുഡ് ഡൈ ഇൻ എ വീക്ക്, ഒരാഴ്ചക്കകം താൻ മരിക്കും എന്ന കാര്യത്തിൽ അവർക്ക് യാതൊരു സംശയവുമില്ല, അവർക്ക് അറിയാം അക്കാര്യം. ലൈഫ് ഈസ് എ ബേർഡൻ, ജീവിതം ഒരു ഭാരമായി തീർന്നു. ഇങ്ങനെ ചിന്തിക്കുന്ന നിരവധി മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. ജീവിതം ഭാരമായി തീർന്നു. അതേസമയം അവരുടെ പോലെ സമാനമായ അല്ലെങ്കിൽ അതിനേക്കാൾ മോശമായ അവസ്ഥയിലുള്ളവർ വളരെ പ്രത്യാശയോടുകൂടി ജീവിക്കുന്നുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കാൻ കാരണം ജീവിതം ഭാരമാണ്, ജീവിതം തനിക്ക് നല്ലതൊന്നും തന്നിട്ടില്ല, മരിക്കണം, മരിക്കും എന്നൊക്കെ ചിന്തിക്കുന്നത് വാസ്തവത്തിൽ സാഹചര്യങ്ങളല്ല, സാഹചര്യങ്ങളോട് പ്രതികരിക്കുന്ന ആ വ്യക്തിയുടെ വൈറ്റാലിറ്റിയാണ്. ആ വൈറ്റാലിറ്റി വീക്കാണെങ്കിൽ, ഡിറേഞ്ച്ഡ് ആണെങ്കിൽ അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പലപ്പോഴും വളരെ ആത്മഹത്യയിൽ പോയിപ്പെടും. അപ്പോൾ അവരെയൊക്കെ സഹായിക്കാൻ ഹോമിയോപ്പതിയിൽ സാധിക്കും. 90കളുടെ അവസാനത്തിലാണെന്ന് തോന്നുന്നു ഞാൻ ഹോമിയോപ്പതിയെ ഡിഫെൻഡ് ചെയ്ത് കഴിയുന്നിടത്തൊക്കെ എഴുതുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നൊരു കാലമാണത്. പ്രിൻ്റ് മീഡിയ ശക്തമായിരുന്ന കാലം. ആ ഒരു സമയത്ത് ഒരു ആരോഗ്യമാസികയിൽ കൗൺസിലിങ്ങിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും കൗൺസിലിംഗ് ചികിത്സയുടെ ഭാഗമാക്കണമെന്നതിനെക്കുറിച്ച് വാദിച്ചുകൊണ്ട് ഒരു കവർ സ്റ്റോറി ഉണ്ടായിരുന്നു. അതിനോട് പ്രതികരിച്ചുകൊണ്ട് ഞാൻ ഒരു ലേഖനം എഴുതി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കൗൺസിലിംഗ് കൊണ്ടൊന്നും ആളുകളുടെ ജീവിതം മെച്ചപ്പെടുകയൊന്നുമില്ല, അത് പിന്നെയും പഴയ അവസ്ഥയിലേക്ക് പോകും. വാസ്തവത്തിൽ ആത്മഹത്യ പോലുള്ള പ്രശ്നങ്ങൾ, നിരാശകൾ, ദുഃഖങ്ങൾ, ഇതിൽ നിന്നൊക്കെ മനുഷ്യനെ രക്ഷിക്കാൻ ഉചിതമായ ഹോമിയോപ്പതി ഔഷധങ്ങൾ കൊണ്ട് സാധിക്കും. ഹോമിയോപ്പതി ഔഷധം കണ്ടെത്താനുള്ള യഥാർത്ഥ കേസ് ടേക്കിംഗ് ആണ് വാസ്തവത്തിൽ കൗൺസിലിംഗ്. നല്ലൊരു സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഹോമിയോപ്പാത്ത് ഒരു കേസ് ടേക്കിംഗ് നടത്തി കഴിഞ്ഞാൽ അതിലൊരു കൗൺസിലിങ്ങിൻ്റെ ഫലം ചെയ്യും. രോഗിയുടെ ഒരുപാട് പ്രശ്നങ്ങൾ മാറുകയും ചെയ്യും. അപ്പോൾ എന്താണ് കൗൺസിലിങ്, എന്താണ് കേസ് ടേക്കിങ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. കേസ് ടേക്കിങ്ങിലൂടെ നമുക്ക് അവരുടെ ലൈഫ് സ്റ്റൈലിൽ ക്രമീകരിക്കപ്പെടേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ക്രമീകരിക്കാൻ സാധിക്കും. അവരുടെ ചിന്താരീതികളിൽ പറഞ്ഞ് മനസ്സിലാക്കാനും പറഞ്ഞ് ഭേദപ്പെടുത്താനും പറ്റിയ കാര്യങ്ങൾ, പലപ്പോഴും അജ്ഞതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പലപ്പോഴും അറിവില്ലായ്മ കൊണ്ട് ആ മനുഷ്യർ തെറ്റായ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അത്തരം കാര്യങ്ങൾ ശരിയായ അറിവുകൾ കൊടുത്ത് അവരെ അത്തരം കാര്യങ്ങൾ നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് യഥാർത്ഥ ഒരു കേസ് ടേക്കിങ് ഒരു കൗൺസിലിങ്ങിൻ്റെ ഫലം ചെയ്യുമെന്ന് പറയുന്നത്. അങ്ങനെ അത് പറഞ്ഞുകൊണ്ട് ഞാനൊരു ലേഖനം എഴുതി. ആ ലേഖനത്തിൽ ഹോമിയോപ്പതിയുടെ അടിസ്ഥാന തത്വങ്ങളും മെൻ്റൽ സിംറ്റംസ് എങ്ങനെ പ്രധാനപ്പെട്ട് വരുന്നു എന്നൊക്കെ എഴുതിയിരുന്നു. അതിനെ തുടർന്ന് കുറേ പ്രതികരണങ്ങൾ, അനുകൂലിച്ചും പ്രതികൂലിച്ചും കുറേ പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 2-3 ലക്കങ്ങൾ നീണ്ടു നിന്നായിരുന്നു. 98 മറ്റാണെന്ന് തോന്നുന്നു. വെരി ലിറ്റിൽ ഈസ് ബ്രോട്ട് ഔട്ട് ബൈ വിച്ച് വി ക്യാൻ ഡിസ്റ്റിങ്വിഷ് ഇറ്റ്. ഓൺലി എ ഫ്യൂ തിങ്സ് കോമൺ ടു മെനി റെമഡീസ് ആർ ഗിവൺ. ഈ മെൻ്റൽ സിംറ്റംസ് അലയുടെ കാര്യത്തിൽ അത്രക്ക് കൃത്യമല്ല. അത് കെൻ്റ് എന്ന് പറയുന്നതാണ്. ഈ 1.5 നൂറ്റാണ്ടിന് ശേഷം അതിലെന്ത് മാറ്റം വന്നു എന്നുള്ളത് അതെനിക്ക് അറിഞ്ഞുകൂടാ കാര്യം. The allo patient is extremely excitable when under the influence of pain.
വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വേദനയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുമ്പോൾ ഒരു അലൂമിന രോഗി അങ്ങേയറ്റം ഉത്തേജിതാവസ്ഥയായിരിക്കും, പെട്ടെന്ന് ഉത്തേജിപ്പിക്കപ്പെടും. അത് പലതരത്തിലാകാം എക്സൈറ്റേഷൻ, ദേഷ്യമായിട്ടോ കോപമായിട്ടോ സങ്കടമായിട്ടോ ഒക്കെ വരാം. ആൻഡ് ദ പെയിൻസ് ആർ ജനറലി ഇൻ ദ അബ്ഡമൻ. അലോ പേഷ്യൻസിൻ്റെ വേദനകൾ അടിവയറ്റിലാണ്. അയാളുടെ പ്രശ്നങ്ങളും നേരത്തെ കണ്ടതുപോലെ ഈ കാണാതിരിക്കുന്ന പോലെ അടിവയറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ആ കാര്യത്തിലൊക്കെ സൾഫറൊക്കെ ആയിട്ട് വളരെ അടുത്ത് പോകുന്നൊരു ഔഷധമാണല്ലോ. കോളിക് ലൈക്ക് പെയിൻസ്, ഫ്ലാറ്റ്ലൻഡ് പെയിൻസ് ഇൻ അബ്ഡമൻ ദാറ്റ് ഡ്രൈവ് ടു ഡിസ്പയർ, ആകെ നിരാശനാക്കുന്ന തരത്തിലുള്ള ഗ്യാസ് നിറഞ്ഞ കോളിക് ലൈക്ക് പെയിൻസ്, വായു നിറഞ്ഞുള്ള തരത്തിലുള്ള പെയിൻസ് ഒക്കെ ഉണ്ട്. ഹി ബിക്കംസ് എക്സ്ട്രീംലി ഇറിറ്റബിൾ ആൻഡ് എക്സൈറ്റഡ് ഇൻ ഹിസ് അറ്റാക്സ് ഓഫ് കോളിക്. വേദനയുടേതായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാവുന്നു. നേരത്തെ പറഞ്ഞതുപോലെ അയാൾ വല്ലാതെ എക്സൈറ്റഡ് ആവുന്നു, എക്സ്ട്രീംലി ഇറിറ്റബിൾ ആവുന്നു, വല്ലാതെ അസ്വസ്ഥനാകുന്നു. എ ലിറ്റിൽ സിംറ്റം ദാറ്റ് ഈസ് സംവാട്ട് സ്ട്രൈക്കിംഗ് ഈസ് ഹേറ്റ്സ് പീപ്പിൾ റിപ്പൽസ് എവരി വൺ. അപ്പോൾ സ്ട്രൈക്കിംഗ് സിംറ്റമാണ്, പക്ഷേ അത് കൃത്യമായിട്ട് പ്രൂവിങ്ങിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ആളുകളെ വെറുക്കുന്നു, എല്ലാവരെയും അകറ്റാൻ ശ്രമിക്കുന്നു. വാസ്തവത്തിൽ ഇതൊക്കെ ഒരു സൾഫറിൻ്റെ ഒരു നിഴലാണ്. ഇതൊക്കെ സൾഫർ ആ ഒരു റാഗ്ഡ് ഫിലോസഫറുടെ ചില മാനസികാവസ്ഥകളിലൊക്കെ വരുന്ന കാര്യമാണിത്. മറ്റുള്ളവരെയൊക്കെ അകറ്റി നിർത്തി തൻ്റേതായ ഒരു ലോകം, ഒരു വ്യാജമായൊരു ഇൻ്റലക്ച്വൽ എൻവയൺമെൻറ്റ് സൃഷ്ടിച്ചെടുക്കാൻ ഒരു ശ്രമം സൾഫർ പേഷ്യൻറ്റിൻ്റെ ഭാഗത്തുണ്ടാകും. അപ്പം അതിൻ്റെയൊക്കെ ഒരു നിഴൽ പോലെയാണ് അലോയിൽ കാണുന്നത്. ദ ഹെഡ് കഞ്ചഷൻ വിച്ച് ഒക്കേഴ്സ് ഡ്യൂറിങ് ദ ബവൽ ഡിസ്റ്റർബൻസ് is a sort of venous stasis such as is found in the portal system. ഇത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഈ അടിവയറിൻ്റെ പ്രശ്നങ്ങളോട്, വയറിൻ്റെ പ്രശ്നങ്ങളുമായിട്ട് വരുമ്പോൾ അതിനോട് ചേർന്ന് തലയിലും പ്രശ്നം, കഞ്ചഷൻ ഉണ്ടാകുന്നു. ഇതൊരു വീനസ് സ്റ്റാറ്റിസ്, രക്തചംക്രമണത്തിന് ഒരു സുഖമായി നടക്കാതെ രക്തം ഇങ്ങനെ സർജ് ചെയ്ത് കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലുണ്ടാകുന്നതാണ്. അത് പോർട്ടൽ സിസ്റ്റത്തിലും അതേപോലെ തന്നെ ഉണ്ടാകും. ഇത് കോട്ട് ചെയ്തിരിക്കുകയാണ്. Headache across forehead. Headaches aggravated from heat, ameliorated from cold application. ഇത് രണ്ടും പ്രൂവർ കൊട്ടേഷനാണ്. ചൂടുകൊണ്ട് വർദ്ധിക്കുന്നു, തണുത്ത ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ കുറയുന്നു. അഗ്രിവേഷൻ ഫ്രം ഹീറ്റ് ആൻഡ് റിലീഫ് ഫ്രം കോൾഡ് റൺസ് ത്രൂ അലോ. അപ്പോൾ അലോയുടെ പ്രധാനപ്പെട്ടൊരു ടെമ്പറേച്ചർ മൊഡാലിറ്റിയാണ് ചൂടുകൊണ്ട് വർദ്ധിക്കലും തണുപ്പ് കൊണ്ട് കുറയലും. അതെല്ലാ തരത്തിലും എല്ലാ ലക്ഷണങ്ങളും ആ ഒരു മൊഡാലിറ്റി വരാം. ഹി വാണ്ട്സ് ടു ബി ഇൻ എ കോൾഡ് റൂം. തണുത്ത മുറിയിലിരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഫീൽസ് ഹോട്ട് ആൻഡ് ഫ്ലഷ്ഡ്. ദ സ്കിൻ ഈസ് ഓഫൺ ഹോട്ട് ആൻഡ് ഡ്രൈ. അപ്പോൾ തണുത്ത മുറിയിലിരിക്കണം, ത്വക്ക് പലപ്പോഴും ചൂടായും വരണ്ടും ഇരിക്കുന്നു. ഹി വാണ്ട്സ് ടു ബി അൺകവേർഡ് അറ്റ് നൈറ്റ് ഇൻ ബെഡ്. രാത്രിയിൽ വസ്ത്രം നീക്കാൻ, പ്രത്യേകിച്ച് തണുപ്പ് രാജ്യത്താണ്ട് പറയുന്നവരോളം രാത്രി ബ്ലാങ്കറ്റ് ഇട്ടും സ്ലീപ്പിംഗ് ബാഗിൽ പോലും കയറി ഇരിക്കുന്നൊരു സാഹചര്യങ്ങളിൽ അൺകവർ ചെയ്യണമെന്ന് പറയുമ്പോൾ അയാൾ അനുഭവിക്കുന്ന ഉഷ്ണം എത്രയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ബേണിംഗ് ഓഫ് ദ എക്സ്ട്രീമിറ്റീസിലൊക്കെ പൊള്ളുന്ന പോലെ അനുഭവം. ഹോട്ട് ഹാൻഡ്സ് ആൻഡ് കോൾഡ് ഫീറ്റ്. മറ്റൊരു വൈരുദ്ധ്യം, കൈകൾ ചൂടായിരിക്കുന്നു, കാല് തണുത്തിരിക്കുന്നു. കോൾഡ് ഹാൻഡ്സ് ആൻഡ് ഹോട്ട് ഫീറ്റ്. ഇത് നേരെ തിരിച്ചു വരാം. ദീസ് ഓൾട്ടർനേറ്റ്. അപ്പോൾ കൈയുടെയും കാലിൻ്റെയും ചൂടിൻ്റെയും തണുപ്പിൻ്റെ അവസ്ഥകൾ മാറി മാറി വരാം. ദ ഹെഡ് ഫീൽസ് ഹോട്ട് ആൻഡ് ഹി വാണ്ട്സ് സംതിങ് കൂൾ അപ്പോൺ ഇറ്റ്. തലയിൽ വല്ലാതെ ചൂടുണ്ടായിട്ട് എന്തെങ്കിലും തണുപ്പ്, തലയിൽ തണുപ്പിൻ്റെ ആപ്ലിക്കേഷൻ വേണം. തലക്ക് അത്രയ്ക്ക് ചൂടിൻ്റെ അനുഭവമാണ്. ദിസ് ഈസ് ഫ്രം ദ ഹീറ്റ് ഓഫ് ദ സർഫസ്, നോട്ട് ഫീവർ. ഇത് പനിയല്ല, ആന്തരികമായ ചൂടല്ല, പനിയുടെ ചൂടല്ല, സർഫസിലുള്ള ചൂടാണ്. സെൻസേഷൻ ഓഫ് ഹീറ്റ് ഇൻ ദ സർഫസ്, ഫീലിംഗ് ഓഫ് കഞ്ചഷൻ ആൻഡ് ഫുൾനെസ് ഓഫ് ദ സർഫസ് ഓഫ് ദ ബോഡി, ഫുൾനെസ് ആൻഡ് എൻഗോർജ് വെയിൻസ് ഓൾ ഓവർ ദ ബോഡി. ഇത് നമ്മൾ തുടക്കത്തിൽ കണ്ട പോലെ സിരകളുടെ, അയാളുടെ സ്ഥിരാവ്യവസ്ഥയുടെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ് വേണ്ട രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ വരാതെ സർഫസിൽ, ബോഡി സർഫസിൽ ചൂട് വരുന്നൊരവസ്ഥയാണിത്. ബ്ലീഡിങ്സ് ആർ കോമൺ ഇൻ ദിസ് റെമഡി. വീനസ് ഊസിങ് ഫ്രം ദ നോസ്, ദ ബോവൽസ് ആൻഡ് ബ്ലാഡർ, ബ്ലീഡിങ് ജനറൽ. അലോ ഒരു ബ്ലീഡിങ് റെമഡി കൂടിയാണ്. പല സ്ഥലത്തു നിന്നും ബ്ലീഡിങ് ഉണ്ട്. മൂക്കിൽ നിന്നും വോവൽസിൽ നിന്നും ബ്ലാഡറിൽ നിന്നും ഒക്കെ ബ്ലീഡിങ് ഉണ്ട്. ഇതിലൊരു സാധാരണമായൊരു ലക്ഷണമാണ് അലോ പേഷ്യൻറ്റിന് ബ്ലീഡിങ്. ദ വെയിൻസ് ബിക്കം വെരിക്കോസ് ആൻഡ് ദ സ്കിൻ ഈസ് ഹോട്ട്. സിരകൾ വീർത്ത് വരുന്നു, ത്വക്ക് വല്ലാതെ ചൂടായിരിക്കുന്നു. മച്ച് ഹീറ്റ് ഇൻ ദ ഓറിഫിസസ് ഓഫ് ദ ബോഡി, ദ ഐസ്, മൗത്ത് ആൻഡ് ത്രോട്ട് ആർ ഹോട്ട് ആൻഡ് ബേൺ. ശരീരത്തിലെ ദ്വാരങ്ങൾ, നവദ്വാരങ്ങളിലും വല്ലാതെ ചൂട്, എല്ലാ ദ്വാരങ്ങളിലും, കണ്ണിൽ,
വായിൽ, തൊണ്ടയിൽ ഒക്കെ ചൂട്. ദർ ഇസ് എ സെൻസേഷൻ ഓഫ് ഡ്രൈനസ്, ബേണിംഗ് ആൻഡ് എക്സ്കോറിയേഷൻ അബൌട്ട് ദ ഏനസ്. ഏനസ് നമ്മൾ നേരത്തെ പറഞ്ഞു, അവിടെ എക്സ്കോറിയേഷൻ ഉണ്ട്. മലം സ്പർശിക്കുന്ന ഭാഗങ്ങളിൽ തൊലി പോകാം, ഡ്രൈ ആകാം, പൊള്ളുന്ന ഫീൽ ഉണ്ടാകാം. അണ്ടർ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് വി ഫൈൻഡ് സൂൺ ആഫ്റ്റർ സപ്പർ ഗ്രോളിംഗ് ഇൻ ദ അബ്ഡമൻ. റിപ്പർട്ടറിൽ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് എന്നുള്ള ലക്ഷണത്തിന് കീഴെ വരുന്നത് അത്താഴം കഴിഞ്ഞാൽ ഉടനെ അടിവയറ്റിൽ ഇരമ്പൽ, ഇരച്ചുകയറൽ. ദർ ആർ കോളിക്കി പെയിൻസ് ഇൻ ദ ബോൾസ് ഫ്രം ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് വെൻ ദർ ഈസ് നോ ഡയറിയ, ഈവൻ വെൻ ദർ ഇസ് എ സ്റ്റേറ്റ് ഓഫ് കോൺസ്റ്റിപ്പേഷൻ. അപ്പോൾ വയറിളക്കം ഇല്ലാത്ത സമയത്തും അല്ലെങ്കിൽ ഒരു മലബന്ധത്തിൻ്റെതായുള്ള അവസ്ഥയുള്ളപ്പോഴും ആഹാരം കഴിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്യാൻ നേരത്ത് വയറിൽ കോളിക്കി പെയിൻസ്, വല്ലാത്ത വേദന. ദിസ് റെമഡി ഈസ് യൂസ്ഫുൾ ഫോർ ദ കംപ്ലൈൻറ്റ്സ് ഓഫ് ഓൾഡ് ബിയർ ഡ്രിങ്കേഴ്സ്. പഴയ ബിയർ കുടിയന്മാരിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഈ മരുന്ന് ഒരു ഔഷധമാണ്. ഡറിയ ബ്രോട്ട് ഓൺ ഫ്രം ഡ്രിങ്കിങ് ബിയർ. ബിയർ കുടിക്കുമ്പോൾ വയറിളക്കം ഉണ്ടാകുന്നു. ഇൻ പേഴ്സൺസ് ഹു ഹാവ് എ ഡയറിയ എവറി ടൈം ദേ ഡ്രിങ്ക് ബിയർ, you will most likely to find that aloe will agree with the symptoms, but sometimes it will be calibicromic. For these two remedies are very similar to and their stomach and bowel symptoms. പ്രധാനപ്പെട്ടൊരു സാമ്യം കാലിബൈക്രോമിക്കമായിട്ട് സാമ്യമുണ്ട്. അതായത് ബിയർ കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ വയറിളക്കം ഉണ്ടാകുന്ന അവസ്ഥയിൽ മിക്കവാറും അലോ ആയിരിക്കും, പക്ഷേ കാലിബൈക്രോമിക്കവും വരാം. ഈ കാര്യത്തിൽ വയറുമായിട്ട് ബന്ധപ്പെട്ട് ലക്ഷണങ്ങളിൽ കാലിബൈക്കും അലോയും വളരെ സമാനമാണ്. ഇവിടെ ഒരു കൊട്ടേഷനാണ്: ബെൽച്ചിങ് വിത്ത് ഓപ്പറേഷൻ ഓഫ് സ്റ്റൊമക്ക്. ഹിയർ ഇസ് അനദർ ഇൻസ്റ്റൻസ് ഓഫ് ദ ടെൻഡൻസി ടു കാപ്പിലറി ആൻഡ് വീനസ് എൻഗോർജ്മെന്റ്. ചെറിയ രക്തക്കൊഴലുകളിലും വലിയ കുഴലിലും ഒരേപോലെ വീർത്തുകെട്ടി ഇരിക്കുന്ന അവസ്ഥയ്ക്ക് മറ്റൊരു ഉദാഹരണം വോമിറ്റിംഗ് ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് ഫ്രം ദ ബവൽസ്. രക്തം ഛർദ്ദിക്കുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്നും വരുന്നതാണത്, രക്തം ഛർദ്ദിക്കുന്ന അവസ്ഥ. വയറിൽ രക്തം, കാപ്പിലറീസിനൊക്കെ രക്തം വന്ന് കിടന്നിട്ട് അത് ഛർദ്ദിച്ചു പോകല്. ദർ ഇസ് മച്ച് പെയിൻ ഇൻ ദ ഹെപ്പാറ്റിക് റീജിയൻ, ബേണിംഗ് ആൻഡ് ഹീറ്റ് എക്സെട്ര. ഹെപ്പാറ്റിക് റീജിയനിൽ കരളിൻ്റെ ഭാഗത്ത് വല്ലാത്ത വേദനയുണ്ട്, പൊള്ളലുണ്ട്, ചൂടുണ്ട്. മോസ്റ്റ്ലി ഇൻ ദ റൈറ്റ് ഹൈപ്പോകോൺട്രിയം വിൽ ഫൈൻഡ് ഡിസ്റ്റൻഷൻ ആൻഡ് ഫുൾനെസ്. അപ്പോൾ വലത് ഹൈപ്പോകോൺട്രിയൽ റീജിയനിൽ മിക്കവാറും അവിടെ ഡിസ്റ്റൻഷൻ വീർത്തുകെട്ടിയിരിക്കുന്നത്, നിറഞ്ഞിരിക്കുന്ന പോലുള്ള അനുഭവം. ഇറ്റ് ഈസ് പ്രീഎമിനൻ്റ്ലി എ ലിവർ മെഡിസിൻ. പ്രീഎമിനൻ്റ്ലി ഇറ്റ് ഈസ് എ ലിവർ മെഡിസിൻ. ഒന്നാമതായി ഇതൊരു കരളിന് ഉള്ളൊരു ഔഷധമാണ് അലോ. പക്ഷെ അതിൻ്റെ പരിമിതി ആണ് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ആസ് ഡീപ്പ് ആസ് ഇൻ ഇസ് ആക്ഷൻ ആസ് സൾഫർ. സൾഫറിൻ്റെ പോലെ ഇത് ഡീപ്പ് ആക്ഷൻ ഇല്ല ഇതിന്. വിൽ ഓഫൻ ഫൈൻഡ് ദാറ്റ് അലോ വിൽ സെർവ് ആസ് എ പാലിയേറ്റീവ് വെൻ ഇറ്റ് വിൽ ഹാവ് ടു ബി ഫോളോഡ് ബൈ സൾഫർ, സൾഫ്യൂറിക് ആസിഡ്, കാലിബൈക്രോമിക്കം ഓർ സെപ്പിയ. The medicines that follow aloe are and are complementary to it, finishing its work. അപ്പോൾ സൾഫർ, സൾഫ്യൂറിക് ആസിഡ്, കാലിബൈക്രോമിക്കം, സെപ്പിയ ഈ ഔഷധങ്ങൾ ഇൻഡിക്കേറ്റ് ചെയ്തേക്കാവുന്ന അവസ്ഥകളിൽ അതിന് മുൻപ് അലോ വരാം. എന്നാൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ സൾഫറിലേക്ക് ഞാൻ എത്തിയ ആ പഠനത്തിനിടയിൽ, റിപ്പർട്ടൈസിങ്ങിനിടയിൽ അലോ പലപ്പോഴും കയറി വരുമായിരുന്നു. അലോയ്ക്ക് എന്തോ പ്രാധാന്യമുണ്ടെന്ന് ഞാൻ ചിന്തിക്കാൻ കാരണം ഇതാണ്. പക്ഷേ അന്നത്തെ എൻ്റെ അവസ്ഥ പോലെ ഡീപ്പറായിരിക്കുന്ന അവസ്ഥയിൽ അലോ കൊണ്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അലോ കൊടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ടാകാം. പക്ഷെ അതൊരു പാലിയേറ്റീവ് ആക്ഷൻ ഉണ്ടാവുള്ളത്, ക്യൂറേറ്റീവ് അല്ല, ഡീപ്പല്ല, ലോങ് ആക്ടിങ് അല്ല, ഒരു ആവറേജ് കണ്ടീഷൻ നിൽക്കുന്നതാണ്. അപ്പോൾ അതിനെ തുടർന്ന് അയാളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അവസ്ഥ അനുസരിച്ച് സൾഫറോ, സൾഫ്യൂറിക് ആസിഡോ, കാലിബൈക്രോമിക്കോ, സെപ്പിയോ വരാം. ഇതാണ് അലോയുടെ ഒരു വലിയ പ്രാധാന്യത്തിൻ്റെ ഒരു സൂചനയാണിത്. ഈ ഔഷധങ്ങളെല്ലാം അലോയുടെ കോംപ്ലിമെൻ്ററി ആണ്. ഫിനിഷിങ് ഇറ്റ്സ് വർക്ക്. അലോ ചെയ്ത് തുടങ്ങി വെച്ച ജോലിയെ പൂർത്തിയാക്കുന്ന കോംപ്ലിമെൻ്ററി മെഡിസിൻസ് ആയിട്ട് ഈ ക്രോണിക് മെഡിസിൻസ് വരും. അലോ വിൽ മേക്ക് എ ഗുഡ് ബിഗിനിങ് ഇൻ ദീസ് ലിവർ ട്രബിൾസ് വെൻ ദർ ആർ ഗ്രേറ്റ് ഫുൾനെസ്, ഡിസ്റ്റൻഷൻ, stitching pains in the region of the liver and a dry, hot burning skin with no increase of temperature. കരളിൻ്റെ പ്രശ്നങ്ങൾ ഏത് സാഹചര്യങ്ങളാണ്? വല്ലാതെ നിറഞ്ഞിരിക്കുന്നു, വീർത്ത് കെട്ടിയിരിക്കുന്നു, കുത്തുന്ന പോലുള്ള വേദനയുണ്ട്, ലിവറിൻ്റെ ഭാഗത്ത് വരണ്ട, ചൂടുള്ള, പൊള്ളുന്ന തൊലി,
അതേസമയം ടെമ്പറേച്ചർ വർദ്ധിക്കുന്നുമില്ല. ഈ സാഹചര്യങ്ങളിൽ അലോ ഒരു നല്ലൊരു തുടക്കമിടും. ലിവറിൻ്റെ പ്രശ്നങ്ങളെ നീക്കുന്നതിൽ അലോ നല്ലൊരു തുടക്കമിടും. അലോ ഹാസ് സം ഫീവർ ബട്ട് ദി സെൻസേഷൻ ഓഫ് ഹീറ്റ് ഓഫ് ദ സ്കിൻ ആൻഡ് ഡ്രൈനസ് ഈസ് വിത്തൗട്ട് ഫീവർ ആൻഡ് ഈസ് സച്ച് ആസ് ഫൗണ്ട് ഇൻ സോറിക് പേഷ്യൻസ്. അപ്പോൾ അലോയിൽ ചൂടുണ്ട്, ചിലപ്പോൾ അത് പനിയും ആകാം, എങ്കിലും ശരിക്കുള്ള ആൻറ്റിസോറിക് ഔഷധങ്ങളിൽ കാണുന്ന പോലുള്ള പനിയോ സ്കിൻ എറപ്ഷൻസോ ഒന്നും അലോയിൽ വരുന്നില്ല. പൊതുവെ അലോയിൽ വരുന്നത് പനിയില്ലാതെയുള്ള ഡ്രൈനസും ത്വക്കിൻ്റെയും മറ്റുമൊക്കെ ചൂടിൻ്റെ ഒരു അവസ്ഥ, അതാണ് അലോയിൽ വരുന്നത്. The proving has not been sufficiently extensive to demonstrate whether aloe produces eruption to any extent or not. But if such could be proved, this would place it among the antisorics. അപ്പോൾ ഈ കെൻറ്റിൻ്റെ കാലം വരെയുള്ള പ്രൂവിങ്സിൽ ഇറപ്ഷൻസ് കണ്ടിട്ടില്ല, അലോയുടെ ഇറപ്ഷൻസ് കണ്ടിട്ടില്ല. ഇറപ്ഷൻസ് കണ്ടെത്താൻ പറ്റിയാൽ, പ്രൂവിങ്സിലൂടെ കണ്ടെത്താൻ പറ്റിയാൽ നല്ല ആൻറ്റിസോറിക്സിൻ്റെ ഗണത്തിൽ അലോയ്ക്ക് ഒരു സ്ഥാനം കിട്ടും. ഇറ്റ് ഈസ് നോട്ട് എ ഡീപ്പ് ആൻഡ് ലോങ് ആക്ടിങ് കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡി ലൈക്ക് സൾഫർ. നമ്മൾ സൾഫറിനോളം ഡീപ്പ് ആക്ടിങ് അല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് സോ ഷോർട്ട് ആക്ടിങ് ആസ് അക്കോണൈറ്റ് ബെൽഡോണ. അതേസമയം അക്കോണൈറ്റയോ ബെൽഡോണയോ പോലെ ഷോർട്ടുമല്ല, അതായത് മീഡിയം റേഞ്ചിൽ നിൽക്കുന്ന ഒരു ഔഷധമാണ് അലോ. കംപ്ലൈൻസ് കം ഓൺ ഓൺലി വിത്ത് എ മോഡറേറ്റ് ഡിഗ്രി ഓഫ് റാപ്പിഡിറ്റി. ലക്ഷണങ്ങൾ വരുന്നതിൻ്റെ ആ ഒരു വേഗത, ആ റാപ്പിഡിറ്റി ഒരു ബെൽഡോണയോ അക്കോണൈറ്റോ പോലെ അത്ര വേഗത്തിൽ ഒരു പ്രചണ്ഡ മാരുതിനെ പോലെ കൊടുങ്കാറ്റ് പോലെ ഒന്നും അല്ല. നമ്മൾ അക്കൗണ്ടിൽ കണ്ടാണ് കൊടുങ്കാറ്റ് പോലെ അങ്ങനെയല്ല. സൾഫർ പോലെ അല്ലെങ്കിൽ ലോങ് ഡീപ്പ് ആക്ടിങ് മെഡിസിൻസ് പോലെ ഒരു പതിഞ്ഞ രീതിയിലുമല്ല, ഒരു മോഡറേറ്റ് രീതിയിലാണ്. ഇറ്റ് മേ ബി അസോസിയേറ്റഡ് വിത്ത് വെരി വെൽ വിത്ത് ബ്രയോണിയ. ഇവിടെ ഒരു കമ്പാരിസൺ ബ്രയോണിയാണ്. അത്രയ്ക്ക് ഡീപ്പുമല്ല, അത്രയ്ക്ക് ഷോർട്ടുമല്ല. ബ്രയോണിയ ഡസ് നോട്ട് ഗോ സോ ഡീപ്ലി ഇൻ ടു ദ ലൈഫ് സബ്സ്റ്റൻസ് ഓഫ് സൾഫർ. സൾഫറിനെ പോലെ അത്രയ്ക്ക് ഡീപ്പായിട്ട് ബ്രയോണിയ പോകുന്നില്ല. ബ്രയോണിയ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞാണ്, ഒരു ആവറേജാണ്. അലോയൊക്കെ ആ ഒരു റേഞ്ചിൽ വരുന്നൊരു ഔഷധമാണ്. പെർഹാപ്സ് വൺ ഓഫ് ദ മോസ്റ്റ് സ്ട്രൈക്കിംഗ് ഫീച്ചേഴ്സ് ഓഫ് ദ അബ്ഡോമിനൽ സ്റ്റേറ്റ് ഈസ് ദ ഫുൾനെസ്, ഡിസ്റ്റൻഷൻ ആൻഡ് റംബ്ലിംഗ്. നേരത്തെ കണ്ടതാണ്. വയറിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഈ വീർത്ത് കെട്ടിയിരിക്കുക, റംബ്ലിങ്, ഈ റമ്പലൊക്കെയാണ്. It seems as if the abdomen would burst and the rumbling is so great that it can be heard by anyone in the room. അപ്പോൾ ഈ ഇരമ്പലൊക്കെ മുറിയിൽ നിൽക്കുന്നവർക്ക് പോലും കേൾക്കാൻ പറ്റും, ആ ഒരു തരത്തിലാണ്. ഇറ്റ് കീപ്സ് വൺ ഓൺ കണ്ടിന്യൂസ് ഗർഗ്ലിംഗ്. ഇതുള്ളവർക്ക് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇറച്ച് തെട്ടിക്കൊണ്ടൊക്കെ ഇരിക്കും, ഗർഗ്ലിംഗ് നടന്നുകൊണ്ടിരിക്കും. The stool gurgles out with a noisy rumbling like water out of a bung hole. നമ്മൾ നേരത്തെ കണ്ടാണ് മലം പോകുന്നതും ഇതേപോലെ ഇരച്ചുകൊണ്ടാണ് പോകുന്നത്. ഒരു ബങ് ഹോളിലൂടെ, അതായത് ഒരു വെള്ളം ഒരു ഓപ്പണിങ്ങിലൂടെ ഇങ്ങോട്ട് വല്ലാതെ തള്ളി പോകുന്ന, അങ്ങോട്ട് തുറന്നു വിടുന്നതൊക്കെ ഉള്ളൂ, ടാങ്കിൽ നിന്നൊക്കെ തുറന്നു വിടാൻ പോകുന്ന പോലെ ആണ് മലം പോകുന്നത്. ശബ്ദം ഉണ്ടാകാം. ദ അബ്ഡോമൻ സീംസ് ടു ബി ആസ് മച്ച് ഡിസ്റ്റൻറ്റ് ആസ് എവർ ഈവൻ ആഫ്റ്റർ ഗ്രേറ്റ് ക്വാണ്ടിറ്റീസ് ഓഫ് ഫ്ലാറ്റസ് ഹാവ് പാസ്ഡ്. അപ്പോൾ സാധാരണഗതിയിൽ ഒരുപാട് കീഴ്വായു പോയി കഴിഞ്ഞാൽ വയറ് ശരിയാകും. കീഴ്വായോ മേൽവായോ പോയി കഴിഞ്ഞാൽ വയറ് ശരി. പക്ഷേ ഇവിടെ അങ്ങനെ പോയി കഴിഞ്ഞാലും അലോ പേഷ്യൻസിൻ്റെ ആ വീർത്ത് കെട്ടൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ദർ ഇസ് നോ റിലീഫ്. ദ പെയിൻ ഇസ് എസ്പെഷ്യലി ഫെൽറ്റ് അക്രോസ് ദ അബ്ഡോമൻ എബൌട്ട് ദ ഹിപ്സ്. ഹിപ്സിൻ്റെ ഭാഗത്ത്, അടിവയറ്റിൻ്റെ ഭാഗത്ത്, അതിന് കുറുകെയാണ് ഈ വേദന കൂടുതലും അനുഭവപ്പെടുന്നത്. ഗ്രേറ്റ് ഡിസ്റ്റൻസ് ആസ് ഇഫ് ദ അബ്ഡോമൻ വുഡ് ബേർസ്റ്റ് അക്രോസ് ദ ട്രാൻസ്വേഴ്സ് കോളൻ and also in the ascending and descending colon. Pain, gurgling, rumbling, heaviness and feeling of pressure outwards. അപ്പോൾ അടിവയറുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ. ട്രാൻസ്വേഴ്സ് കോളൻ, ഈ കോളൻ്റെ ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ളത്, തിരശ്ചീനമായിട്ടുള്ളതും കുത്തനെയുള്ള ഭാഗങ്ങളിലെല്ലാം വല്ലാതെ വീർത്ത് കെട്ടി അത് ഇങ്ങനെ പൊട്ടിത്തെറിക്കുമോ എന്ന് തോന്നുന്ന തരത്തിൽ ഇരമ്പൽ, ഭാരം, പുറത്തേക്ക് ഇങ്ങനെ തള്ളുന്ന പോലെ, അങ്ങനെ വയറും അടിവയറും കുടലുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കരളിൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇല്ലാത്ത പ്രശ്നങ്ങൾ അലോപേഷ്യന് ഇല്ല എന്ന് പറഞ്ഞാൽ മതി. ഇത് കൊട്ടേഷനാണ്. ട്വിസ്റ്റിംഗ് ആൻഡ് ഗ്രിപ്പിംഗ് പെയിൻ ഇൻ ദ അപ്പർ അബ്ഡോമൻ അറൌണ്ട് ദ നേവൽ കമ്പലിംഗ് ഹിം ടു സിറ്റ് ബെൻഡ് അപ്പ് വിത്ത് വിച്ച് റിലീവ്സ്. അപ്പോൾ അടിവയറിൻ്റെ മേൽഭാഗത്ത് വല്ലാതെ ഇങ്ങനെ ഞെരുക്കി പിടിക്കുന്ന പോലെ, പിടിച്ച് തിരിക്കുന്ന പോലെയൊക്കെയുള്ള വേദന,
അത് കൂടുതലും ഈ പൊക്കിൾ ചുഴിയുടെ ചുറ്റുഭാഗത്തുമായിട്ട് അനുഭവപ്പെടുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ്, അയാൾക്കിങ്ങനെ കാലൊക്കെ ഉയർത്തി വെച്ച് ഇങ്ങനെ രണ്ടായിട്ട് മടങ്ങി ഇരിക്കാൻ അയാളെ കമ്പൽ ചെയ്യും. അങ്ങനെ ഇരുന്നാലേ അയാൾക്ക് റിലീഫുള്ളൂ. കമ്പൽ ചെയ്യും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് റിലീഫുണ്ട്. അതൊരു കൊട്ടേഷനാണ്. ഈ വീണ്ടും ഒരു കൊട്ടേഷനാണ്. ഫീലിംഗ് ഓഫ് വീക്ക്നെസ് ഇൻ അബ്ഡോമൻ ആസ് ഇഫ് ഡയറിയ വുഡ് റിസൾട്ട്. അടിവയറ്റിൽ വല്ലാത്ത ക്ഷീണം, അതുകൊണ്ട് വയറിളകിപ്പോകുമോ എന്നുള്ള തോന്നൽ. പ്രോവർ കൊട്ടിയിരിക്കുക. ദ വീക്ക്നെസ് ഈസ് സംടൈംസ് വെരി ഗ്രേറ്റ്, സോ മച്ച് സോ ദാറ്റ് ഹി ഈസ് കമ്പൽഡ് ടു ഗോ ടു ബെഡ് വിത്ത് ദ ഡയറിയ. ഈ വയറിളക്കത്തിൻ്റെ സമയത്ത് ആൾ വല്ലാതെ ക്ഷീണിച്ചു പോകുന്നു. ഇനി ആൾക്ക് ഇരിക്കാൻ പറ്റില്ല. ഈ വയറിളക്കം തീർന്നിട്ട്, വയറിളകി തീർന്നിട്ട് കിടക്കാമെന്ന് വിചാരിച്ചത് നടക്കുകയില്ല. അപ്പോൾ ഈ വയറിളക്കത്തോടു കൂടി തന്നെ പോയി കിടക്കാൻ അയാൾ നിർബന്ധിതനാവും. അപ്പോൾ അത്രയ്ക്ക് രൂക്ഷമായിട്ടൊരു അവസ്ഥയാണ്. ആൻഡ് യു വിൽ ഓഫൻ മിസ്റ്റേക്ക് ഇറ്റ് ഫോർ പോഡോഫൈലം. ഇവിടെ പലപ്പോഴും ഇത് പോഡോഫൈലമാണോ എന്ന് തെറ്റിദ്ധരിക്കും. പക്ഷേ അത് മറ്റ് ടോട്ടാലിറ്റി നോക്കിക്കഴിഞ്ഞാൽ അലോയാണോ ഇല്ലയോ എന്ന് മനസ്സിലാവും. അപ്പോൾ അലോ എന്ന് പറയുന്നത് ഒരുപാട് ഔഷധങ്ങളുമായിട്ട് സാമ്യമുള്ളതാണ്. അപ്പോൾ തെറ്റാതെ ഒരു പ്രിസ്ക്രിപ്ഷൻ നടത്താൻ വളരെ ഉപകരിക്കുന്നതാണ് ഈ അലോയെക്കുറിച്ചുള്ള പഠനം. ഇവിടെ പോഡോഫൈലം കേട്ടോ. സോ ഗ്രേറ്റ് ഈസ് എക്സോഷൻ. ആ തളർച്ച, ഡയറിയ കൊണ്ടുള്ള ഒരു തളർച്ച അത്രയ്ക്ക് വലുതാണ്. പോഡോഫൈലമാണെന്ന് തോന്നിപ്പോവും. പക്ഷേ അലോയുടെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നതെങ്കിൽ അലോയായിരിക്കും. പോഡോഫൈലം ഹാസ് ഗ്രേറ്റ് ഡിസ്റ്റൻഷൻ, ട്രമൻഡസ് ഗഷിംഗ്, മച്ച് ഫ്ലാറ്റ്ലൻസ്, ഗ്രേറ്റ് റംബ്ലിംഗ് ഇൻ ദ ബോവൽ ആൻഡ് ദ ട്രബിൾ കംസ് ഓൺ അറ്റ് 4 o'clock in the morning. പോഡോഫൈലിൻ്റെ കാര്യത്തിൽ വല്ലാതെ വീർത്ത് കെട്ടിയ അവസ്ഥയുണ്ട്, വല്ലാതെ ഗഷിങ് തള്ളിപ്പോകുന്നൊരവസ്ഥയുണ്ട്. വായു എന്നോടൊപ്പം കീഴ്വായുവും ഒക്കെ പോവും, മേൽവായുവും പോകാം. ഇരക്കലുണ്ട്, വയറ്റിൽ വല്ലാതെ ഇരമ്പലുണ്ട്. പക്ഷെ ഇതെല്ലാം പുലർച്ചെ 4 മണിക്കാണ് പോഡോഫൈലത്തിൻ്റെ ഇൻഡിക്കേഷൻ. അലോ ഈസ് ലൈക്ക് സൾഫർ അഗെയിൻ ഇൻ ദാറ്റ് ഇറ്റ് ഡ്രൈവ്സ് ഹിം ഔട്ട് ഓഫ് ബെഡ് ഇൻ ദ ഏർലി മോർണിംഗ് വിത്ത് ഡയറിയ. നമ്മൾ നേരത്തെ കണ്ടു സൾഫറിൻ്റെ കാര്യം. പുലർച്ചെ ശരിക്കും ഉണരാൻ പോകുന്നതിന് തൊട്ട് മുമ്പുള്ള നേരത്ത് ഇയാൾക്ക് പോയി വയറ്റിൽ നിന്ന് പോകണം. പക്ഷേ പോഡോഫൈലിൻ്റെ കാര്യത്തിൽ 4 മണി കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആൻഡ് ദർ ആർ ടൈംസ് വെൻ ഹി പുട്സ് ദ ഫീറ്റ് ഔട്ട് ഫ്രം ബിനീത്ത് ദ കവേഴ്സ് ടു കൂൾ ദം ഓഫ്. അപ്പോൾ ഇവിടെ വരാൻ നേരത്ത് കാല് ചൂടാണെന്ന് പറഞ്ഞു. കാല് ചൂടായതുകൊണ്ട് ഈ തണുപ്പാണെങ്കിലും ബ്ലാങ്കറ്റിന് പുറത്തേക്ക് കാലിടും. ഗ്രിപ്പിംഗ് ഇൻ ദ അബ്ഡമൻ, ഫീലിംഗ് ഓഫ് വീക്ക്നെസ് ഇൻ ദ അബ്ഡമൻ. അടിവയറ്റിലിങ്ങനെ പിടുത്തം, ക്ഷീണം. പെയിൻഫുൾനെസ് ഇൻ വോൾ അബ്ഡമൻ, എസ്പെഷ്യലി ഇൻ സൈഡ്സ് ആൻഡ് അലോങ് ബോത്ത് സൈഡ്സ് ഓഫ് നേവൽ. അപ്പോൾ അടിവയറ്റിൽ ഈ പൊക്കിളിൻ്റെ ചുറ്റും അതിൻ്റെ വശം ഒക്കെ വേദന. ഇതിൻ്റെ കൊട്ടേഷനാണ്. സോ സെൻസിറ്റീവ് ഈസ് ദ അബ്ഡമൻ ദാറ്റ് ഹി ക്യാൻ ഫൈൻഡ് നോ കംഫർട്ടബിൾ പൊസിഷൻ. ഇപ്പോൾ അടിവയറ്റിൽ ഈ പ്രശ്നങ്ങൾ കാരണം അയാൾക്ക് ഒരു കംഫർട്ടബിൾ പൊസിഷൻ കിട്ടുന്നില്ല. മാറിയും മറിഞ്ഞും രണ്ടായിട്ട് മടങ്ങിയും ഒക്കെ ഇരുന്ന് നോക്കും. പക്ഷേ അയാൾക്ക് ഒരു കംഫർട്ടബിൾ പൊസിഷൻ അയാൾക്ക് കിട്ടില്ല. എല്ലാ തരത്തിലൊക്കെ പ്രശ്നമുണ്ട്. വീണ്ടും ഒരു കൊട്ടേഷനാണ്. ഡൾ അബ്ഡോമിനൽ പെയിൻ ആസ് ആഫ്റ്റർ ടേക്കിംഗ് കോൾഡ് മോർണിംഗ് ആൻഡ് ഈവനിങ് റിപ്പീറ്റഡ്ലി. തണുപ്പടിച്ചുകൊണ്ട് രാവിലെയും വൈകുന്നേരമൊക്കെ ആവർത്തിച്ച് തണുപ്പടിച്ചതുപോലെ അബ്ഡോമിനൽ പെയിൻ. അപ്പോൾ അബ്ഡോമിനുമായിട്ട് ബന്ധപ്പെട്ട്, ബവൽസുമായിട്ട് ബന്ധപ്പെട്ട്, കോളനുമായിട്ട് ബന്ധപ്പെട്ട്, നേവലിൻ്റെ ഭാഗങ്ങളിലായിട്ട് ഒക്കെ നിരവധി പ്രശ്നങ്ങളും വേദനകളും ഒക്കെ അലോയിലുണ്ട്. മറ്റ് ഡീപ്പർ റെമഡീസുമായിട്ട് നമുക്ക് തെറ്റിദ്ധരിപ്പിക്കാവുന്നൊരു ഔഷധമാണിത്. അതേസമയം തീരെ അക്യൂട്ടുമല്ല, ക്രോണിക്കുമല്ല, ഇടഞ്ഞു നിൽക്കുന്നൊരു ഔഷധമാണ്. അതുകൊണ്ട് തന്നെ അലോ ശ്രദ്ധാപൂർവം പഠിക്കേണ്ടത് മറ്റ് ഡീപ്പ് ആൻറ്റിസോറിക് ഔഷധങ്ങളുടെ പ്രയോഗത്തിനും വളരെയധികം ഉപകരിക്കുമെന്നല്ല, ആവശ്യം കൂടിയാണ്. അപ്പോൾ ഇനിയും വിലപ്പെട്ട കുറേ വിവരങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ശ്രമിക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.